കൊടിമരം മണിക്കൂറിൽ പുറത്തുവരുന്നു. 2017 ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠ അന്വേഷിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക സ്ക്വാഡിനെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു. ഷഫീദ് റാവുത്തർ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിനായി ഒരു പ്രത്യേക വിജിലൻസ് സംഘത്തെ തന്നെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആരാണ് ഈ സംഘത്തലവൻ? വിവരങ്ങൾ. പ്രസിഡന്റ്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ വിജിലൻസിന്റെ മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം ഈ ടീമിനെ രൂപീകരിച്ച് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് വിജിലൻസിന്റെ ഡിവൈഎസ്പി തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് വിജിലൻസ് ഡിവൈഎസ്പി ആയിട്ടുള്ള ഹരി CS-നായിരിക്കും പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ചുമതല. അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1-ലെ CI ആയിട്ടുള്ള സജി ശങ്കർ, അതേപോലെ തന്നെ CI രാജേഷ് കുമാർ R, കൂടാതെ ഈ സദേൺ റേഞ്ച് CI ആയിട്ടുള്ള അജി ജി നാഥ് എന്നിവർ അദ്ദേഹത്തിന് കീഴിൽ ഈ അന്വേഷണത്തിൽ ഭാഗമാകും. മാത്രവുമല്ല, ഈ തെക്കൻ മേഖല വിജിലൻസിന്റെ എസ്പിക്ക് ഇതിന്റെ മേൽനോട്ട ചുമതല എന്നുള്ള കാര്യവും ഇപ്പോൾ തീരുമാനിച്ച ഉത്തരവിറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിറ്റിനാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം യൂണിറ്റ് 1-ലെ ഡിവൈഎസ്പി CS ഹരിക്കായിരിക്കും അന്വേഷണ ചുമതല ഉണ്ടാവുക. നമുക്കറിയാം, 2017 നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഇതിനോടകം തന്നെ പുറത്തു വന്ന വിവരം അനുസരിച്ച് സ്വർണ്ണക്കൊള്ള നടന്നതായി സംശയം, അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ 30 പവനോളം സ്വർണത്തിന്റെ ക്രമക്കേട് ഉണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. അത് ഏതെങ്കിലും തരത്തിൽ മിസ്പ്ലേസ്ഡ് ആയതാണോ, അതല്ലെങ്കിൽ രേഖകൾ നഷ്ടപ്പെട്ടതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ വിജിലൻസ് സംഘം അന്വേഷിക്കുക. കൊടിമരത്തിൽ പൂശാനായി 9.16 കിലോ സ്വർണം ദേവസ്വം ബോർഡ് പണം നൽകി കസ്റ്റംസിൽ നിന്ന് വാങ്ങിയത്. കൂടാതെ വിശ്വാസികൾ 412 ഗ്രാമിലേറെ സ്വർണം സംഭാവനയുമായി നൽകി. ഒരു സിനിമാതാരം 80 ഗ്രാമും നിർമ്മാതാവ് 247 ഗ്രാമും ഉൾപ്പെടെയാണ് സംഭാവനയെ നൽകിയത്. ഇത്തരത്തിൽ 9.57 കിലോ സ്വർണം ലഭിച്ചപ്പോൾ 9.34 ഗ്രാം മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി വന്ന 233 ഗ്രാം അഥവാ 30 പവൻ എവിടെയെന്ന് രേഖകളില്ല. മാത്രവുമല്ല, ഈ സംഭാവനകൾ നൽകിയ ചിലർക്ക് റെസിപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ മടക്കിയിട്ടില്ല എന്നൊക്കെയുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ ഇക്കാര്യത്തിലെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വിജിലൻസ് അന്വേഷണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് ഡിവൈഎസ്പി CS ഹരി അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് 1-ലെ ഉദ്യോഗസ്ഥരാണ്. തെക്കൻ മേഖല വിജിലൻസ് SPക്ക് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുണ്ടാകും. 3 CIമാരും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. തിരുവനന്തപുരം യൂണിറ്റിലെ CI ആയിട്ടുള്ള സജി ശങ്കർ, അതേപോലെ പത്തനംതിട്ട യൂണിറ്റിലെ CI ആയിട്ടുള്ള രാജേഷ് കുമാർ R നാഥ്, തിരുവനന്തപുരം തെക്കൻ മേഖല റേഞ്ച് CI ആയിട്ടുള്ള അജി ജി നാഥ് എന്നീ 3 പേരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ള. അങ്ങനെ മൊത്തം 4 പേരുടെ അന്വേഷണ സംഘം. അതിന്റെ മേൽനോട്ട ചുമതല SP തെക്കൻ മേഖല വിജിലൻസ് SPക്ക് ആയിരിക്കും. ഷഫീദ്, വളരെ വിശദമായി തന്നെ കഴിഞ്ഞ ദിവസം വന്ന ആ വിധി പകർപ്പിൽ നമ്മൾ കണ്ടതാണ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. 2017, 2016, 2017 കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊടിമരം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടത്തിയ തീരുമാനങ്ങൾ, അന്നത്തെ ബോർഡ് അംഗങ്ങൾ എടുത്ത തീരുമാനങ്ങൾ, അതെല്ലാം തന്നെ ഈ അന്വേഷണ പരിധിയിൽ വരും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് മറ്റൊരു കേസ്, അല്ലെങ്കിൽ ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് എന്ന രീതിയിൽ ഇതിനെ പരിഗണിക്കുന്നു. അങ്ങനെയെങ്കിൽ അന്നത്തെ ഭരണസമിതി, അത് UDF ഭരണസമിതിയാണ്, അവിടേക്ക് ഒരു അന്വേഷണം പോകുന്നു എന്ന കാര്യം ഇപ്പോൾ ഔദ്യോഗികമാവുകയാണ്. എന്തൊക്കെയായിരിക്കും അന്വേഷണ പരിധിയിൽ വരിക എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? പ്രതി, കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ SITയും ദേവസ്വം വിജിലൻസും അന്വേഷിച്ചതാണ്. 2014 ജൂണിലാണ് ഈ കൊടിമരം പുനർനിർമ്മാണം നിർദ്ദേശിച്ച് ദേവപ്രശ്നം നടക്കുന്നത്. അന്ന് തീരുമാനമെടുത്തത് UDF ബോർഡായിട്ടുള്ള MP ഗോവിന്ദൻ നായരുടെ ബോർഡാണ്. കൊടിമരത്തിന്റെ മുകളിൽ ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണെന്നും ജീർണത ലക്ഷണമുണ്ടെന്നും ദേവപ്രശ്നത്തിൽ കണ്ടെത്തി. ഇതോടുകൂടിയാണ് കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടികൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ചത്. അന്ന് ഈ ദേവപ്രശ്നം വെച്ചത് ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. പിന്നീട് വന്ന UDFന്റെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് ഇത് നടപ്പാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് SIT ഇതിന്റെ ഒരു ടൈം ലൈനായി പറയുന്ന കാര്യം. അപ്പോഴും നിലവിൽ ഇപ്പോൾ SITയും അതേപോലെ തന്നെ ദേവസ്വം വിജിലൻസും സംയുക്തമായി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഹൈക്കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30 പവന്റെ സ്വർണം, അതിൽ രേഖകൾ ഇല്ല എന്നുള്ളതാണ്, റെസിപ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യമടക്കം വിശദമായ അന്വേഷണം ഉണ്ടാകും. മാത്രവുമല്ല, ഫിക്സ് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട അവർ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും, അല്ലെങ്കിൽ അവരാണ് ഇതുമായി ബന്ധപ്പെട്ട പണം നൽകിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എസ്റ്റിമേറ്റ് കണക്കാക്കിയത് 3,20,30,000 രൂപയാണ്. ഇതിൽ 3,20,00,000 രൂപ ഹൈദരാബാദ് ആസ്ഥാനമായ ഫിനിക്സ് ഗ്രൂപ്പ് നൽകി എന്നുള്ളതാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് ഈ തുക നിക്ഷേപിച്ചത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോഴാണ്
കൂടുതൽ സംഭാവനകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. നമ്മൾ ഇന്ന് രാവിലെയും കണ്ടു കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നടൻ സുരേഷ് ഗോപി, അതേപോലെ ഷാജി കൈലാസ് അടക്കമുള്ള ആളുകൾ ഇതിന് സംഭാവന നൽകുന്ന, രഞ്ജി പണിക്കർ അടക്കം സംഭാവന നൽകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നു. ഈ സാഹചര്യത്തിൽ സമാനമായ സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ 30 പവന്റെ കുറവടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്. അതെങ്ങനെയാണ് എന്ന് കണ്ടെത്തുകയാണ് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ കൊണ്ട് വിജിലൻസ് ലക്ഷ്യം വെക്കുന്ന കാര്യം. 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രജിൻ, വ്യക്തമാണ്. എന്തായാലും 2017 ശബരിമല കുടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അത് അന്വേഷിക്കാനാണ് ഇപ്പോൾ പ്രത്യേക വിജിലൻസ് സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.